കൊച്ചിയിലെ കപ്പൽ അപകടം അത് ചർച്ച ചെയ്യാനുള്ള 7-അംഗ സമിതിയിൽ നിയമ സെക്രട്ടറിയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വന്നിരിക്കുകയാണ്. സമിതിയുടെ ചെയർപേഴ്സണായാണ് നിയമനം. കപ്പൽ അപകടം സംസ്ഥാന ദുരിതമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഷിപ്പിംഗ് കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് 7-അംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. ഈ കപ്പലിന്റെ കാർഗോ മാനിഫെസ്റ്റും സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു. ഹാൻസോൺ ഉണ്ട് വിവരങ്ങളുമായിട്ട്. ഹാൻസ്, പറയാം, ഇതിപ്പോൾ ഒരു സംസ്ഥാന ദുരന്തമായിട്ടൊക്കെ പ്രഖ്യാപിച്ചു, പിന്നീട് അതിൻ്റെ ഈ കാർഗോ മാനിഫെസ്റ്റൊക്കെ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ സെക്രട്ടറിയെ കൂടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പറയാം വിവരങ്ങൾ. തീർച്ചയായും സേതു, ഈ MSC എൽസ 3 എന്ന കപ്പൽ സംസ്ഥാനത്തിൻ്റെ തീരത്ത് അപകടത്തിൽപ്പെട്ട സാഹചര്യത്തിൽ തന്നെ 3 സമിതികളെ സർക്കാർ നിയോഗിച്ചിരുന്നു. അതിലൊന്ന് കപ്പൽ കമ്പനിയുമായി നെഗോഷിയേഷനിലെത്താൻ, ചർച്ചയ്ക്കെത്താനും അതിനോടൊപ്പം തന്നെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനാണ് ഒരു സമിതിയെ നിയോഗിച്ചത്. മറ്റൊരെണ്ണം പരിസ്ഥിതി ആഘാത പഠനത്തിനും രണ്ടാമത്തേത് മലിനീകരണ നിയന്ത്രണത്തിനുമായിരുന്നു. ഈ ആദ്യത്തെ കമ്മിറ്റിയിലാണ്, ഈ നെഗോഷിയേഷൻ കമ്മിറ്റിയിലാണ് ഇപ്പോൾ നിയമ സെക്രട്ടറിയെ കൂടി കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ചുമതല, ഈ സമിതിയുടെ ചെയർപേഴ്സണായി ചുമതല നൽകിയിരുന്നത് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കായിരുന്നു. ഇതിൻ്റെ തൊട്ടു താഴെ ചെയർപേഴ്സണായിട്ടുകൊണ്ടാണ് ഇപ്പോൾ നിയമ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ നിയമ സെക്രട്ടറിയെ ഇത്തരത്തിൽ ചെയർപേഴ്സണായി നിയമിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ MSC എൽസ 3 കപ്പലിൻ്റെ കാർഗോ മാനിഫെസ്റ്റും ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഈ കപ്പലിൽ 643 കണ്ടെയ്നറുകളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് വലിയ വിവാദങ്ങളും അതിനോടൊപ്പം തന്നെ കോടതി നിർദ്ദേശവും വന്നു. ഈ കപ്പലിനകത്ത് എന്താണുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന്. അതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്താണുള്ളതെന്ന് വ്യക്തമാക്കുന്ന ഒരു ഡാറ്റ സർക്കാർ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇത് അപൂർണമാണെന്നും അതിനോടൊപ്പം തന്നെ കസ്റ്റംസിന് നൽകുന്ന കാർഗോ മാനിഫെസ്റ്റ്, സാധാരണ ഈ കസ്റ്റംസിന് കപ്പൽ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ കപ്പൽ ഉടമകൾ നൽകുന്ന ഒരു വിവരമാണ് കാർഗോ മാനിഫെസ്റ്റ്. ഇത് പുറത്തുവിടണമെന്ന് പല കോണുകളിൽ നിന്നായിട്ട് ആവശ്യം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ 643 കണ്ടെയ്നറുകളിലും എന്തൊക്കെ സാമഗ്രികളാണ് ഉള്ളതെന്ന് കാണിച്ചുകൊണ്ടുള്ള കാർഗോ മാനിഫെസ്റ്റും ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. സേതു, ശരി, ആൻസറാണ് വിവരങ്ങൾ നൽകിയ തിരുവനന്തപുരത്ത്.